വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് യമ്മി മലബാർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഒരു വ്യക്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു യമ്മി മലബാർ എന്നുള്ള ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു വ്യൂവർ കൂടിയാണ്. അവരെന്നെ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ഷേക്കാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് ബേക്കറി രുചിയിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാല്, അതുപോലെ തന്നെ ഐസ്ക്രീം, അതുപോലെ തന്നെ കൊക്കോ പൗഡർ. മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇവയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പാല് ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോൾ ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന പാല് നല്ല കട്ടി പാലായിരിക്കണം. അതായത് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല പോലെ കട്ടിയാക്കിയിട്ടുള്ള പാലിനെ നന്നായിട്ട് കുത്തി ഉടച്ചിട്ട് വേണം എടുക്കാൻ, എങ്കിലേ പെർഫെക്റ്റ് ഷേക്ക് ആവത്തുള്ളൂ. അപ്പം ഞാനിവിടെ നല്ല തണുപ്പുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് നല്ല കട്ടിയാവാനുള്ള ടൈമും കിട്ടിയില്ല. പിന്നെ തന്നെയുമല്ല, നമ്മൾ നല്ല കട്ടിപ്പാലിൽ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് കഫ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അധികം തണുപ്പ് കഴിക്കാത്ത ആളായതുകൊണ്ട് പെട്ടെന്ന് കഫ് വരാൻ ചാൻസ് ഉള്ള, അതുകൊണ്ട് കുറച്ച് തണുപ്പുള്ള പാല് നോക്കിയെടുത്തു എന്നേ ഉള്ളൂ, കട്ടയാക്കിയിട്ടില്ല. ഇതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊക്കോ പൗഡറാണ്. 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടണം. അപ്പോൾ അതിന് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാൻ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനൊരു 2 ടീസ്പൂൺ ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. പിന്നെ അതിലോട്ട് ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്ത് അതാണ് ഉള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ബെറ്റർ. വെള്ള ഐസ്ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും സ്കിപ്പ് ചെയ്യാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ആ പാലുണ്ടല്ലോ, അത് നല്ല കട്ടി പാലായിരിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷേക്കിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല കട്ടി പാലെടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിലോട്ട് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഉണ്ടെങ്കിൽ എന്താണെന്നറിയോ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിലോട്ടൊരു 4 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പാല് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് 2 ടീസ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ വെള്ള ഐസ്ക്രീം, അതൊരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇടാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ ഐസ് ക്യൂബ്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ട് ഗ്ലാസ്സിലൊന്ന് ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ ചോക്ലേറ്റ് പ്രത്യേകിച്ച് മെൽട്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള ചോക്ലേറ്റ് കൊണ്ട് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഉള്ളിൽ ഒരതി കൊടുത്താൽ മതി. ഒന്ന് വെറ്റ് ചെയ്ത ശേഷം അങ്ങനെ ഒരതി കൊടുത്താൽ നല്ല നീറ്റായിട്ട് ഗ്ലാസ്സിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഗ്ലാസ് ഡിസൈൻ ചെയ്യുക. അപ്പം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് അതിൽ അടിഞ്ഞു പോകില്ലെന്ന്. ഒരിക്കലുമില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അത് നമ്മൾ തണുപ്പുള്ളതാവുകൊണ്ട് അതതിൽ, നമ്മൾ ചൂടുള്ളതിൽ അടിക്കുമ്പോഴേ അത് മെൽട്ട് ആവത്തുള്ളൂ. തണുപ്പുള്ളതാവുകൊണ്ട് അത് അതിൽ അങ്ങനെ കിടക്കും. അപ്പം ഞാനിവിടെ കട്ടിയാക്കാത്ത പാല് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല തിക്കായിട്ടായിരിക്കും നമ്മുടെ ഷേക്ക് കിട്ടുക. ഇതിലോട്ട് മുകളിൽ കുറച്ച് വെള്ള ഐസ്ക്രീം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഐസ്ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതൊരു ഷേക്ക് ആയിക്കോട്ടെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല നല്ല കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്